ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ, അതിലെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ദൈവത്തിൻ്റെ വിളിക്ക് അബ്രഹാം പ്രത്യുത്തരം നൽകിയത് എങ്ങനെ? ദൈവം അബ്രഹാത്തിനെ വിളിച്ചപ്പോൾ, അതായത് പാപം മൂലം മനുഷ്യന് പരദീസ നഷ്ടപ്പെട്ടു. പക്ഷേ ദൈവം മനുഷ്യനെ തിരികെ പരദീസയിൽ എത്തിക്കാനായിട്ട് ദൈവത്തിന് ഒരു രക്ഷാകര പദ്ധതി ഉണ്ടായിരുന്നു. അത് ആരിലൂടെയാണ് ആരംഭം കുറിക്കുന്നത്? അബ്രാഹത്തിലൂടെ ഒരു ജനതയ്ക്ക് രൂപം കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ദൈവം അബ്രാഹത്തിനെ വിളിച്ചപ്പോൾ അബ്രാഹാം അതിനെങ്ങനെയായിരിക്കും പ്രത്യുത്തരം കൊടുത്തത്? അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ 10 ഫസ്റ്റത്തെ പാരഗ്രാഫിലുണ്ട്. ഒരു ബ്ലൂ കളർ ലൈൻ കണ്ടോ? അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. നമുക്കതിൻ്റെ ഒരു വരിയും കൂടെ മുകളിൽ തൊട്ട് എഴുതാം. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അത് ചോദിക്കുമ്പോൾ അതിൻ്റെ മാർക്കിനനുസരിച്ച് അറിയുന്നത് പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയും ചെയ്യാം. ഓക്കെ. അബ്രാഹത്തിൽ നിന്ന് ഒരു പുതിയ ജനതയ്ക്ക് രൂപം കൊടുക്കാൻ ദൈവം നിശ്ചയിച്ചു. അതിനൊരുക്കം എന്ന നിലയിൽ അവിടുന്ന് അബ്രാഹത്തെ വിളിച്ചു. അപ്പോൾ അബ്രാഹാം എങ്ങനെയാണ് പ്രത്യുത്തരം കൊടുത്തത്? എങ്ങനെയാണ് റിപ്ലൈ ചെയ്തതെന്ന്? എന്താണ് അതിൻ്റെ ഉത്തരം? വിശ്വാസവും അനുസരണവും വഴി അബ്രാഹാം ദൈവത്തിന് പ്രത്യുത്തരം നൽകി. എങ്ങനെയാണ്? വിശ്വാസം, അനുസരണം, ഈ രണ്ട് വേർഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. വിശ്വാസവും അനുസരണവും വഴിയാണ് അബ്രാഹാം ദൈവത്തിന് പ്രത്യുത്തരം നൽകിയത്. അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? അനുസരിച്ചു. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ചിലപ്പോഴൊന്നും അനുസരിക്കുന്നില്ല, അല്ലേ? അപ്പോൾ അതുപോലെ ആയിരുന്നില്ല അബ്രാഹാം വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും തൻ്റെ വിശ്വാസം പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു. അബ്രാഹാം ദൈവം പറഞ്ഞത് അനുസരിക്കുകയും ചെയ്തു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തൻ്റെ സ്വന്തം മകനെ ഇസഹാക്കിനെ മോറിയ ദേശത്ത് കൊണ്ടുപോയി ബലി കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്രാഹാം അത് അനുസരിച്ചു. അപ്പോൾ വിശ്വാസവും അനുസരണവും വഴിയാണ് ദൈവത്തിന് അബ്രാഹാം പ്രത്യുത്തരം നൽകിയത്. ഓക്കെ, താങ്ക് യു.